എല്ലാവർക്കും ടെക്ബഡി ഹോം സിനിമ സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചവറയിലെ ഹരികൃഷ്ണൻ സാറിന്റെ ഒരു ഡ്രീം തിയേറ്റർ നമ്മൾ അച്ചീവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അത്യാവശ്യം ഒരു നല്ല റൂം സൈസിൽ നല്ലൊരു സ്പെസിഫിക്കേഷൻ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്റർ ആണ് കൊല്ലം ചവറയിലേത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും ഹരികൃഷ്ണൻ സാറിന്റെ വീട്ടില് ഒരു ഡ്രീം തിയേറ്റർ ഒരു ശരിക്കും സ്പേസ് ഇവിടെ ഉണ്ടായിട്ടില്ല. സാറ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയായിട്ട് കൺസൾട്ട് ചെയ്ത് നല്ലൊരു റൂം സൈസ് സാറ് ഇതിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതെ, സാറ് റൂമിന്റെ ഇത് ചെയ്യുന്നതിന് മുമ്പ് സാറ് വിളിച്ചു ചോദിച്ചു എത്രയാ റൂം സൈസ് വേണ്ട, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചു. അതനുസരിച്ചുള്ള സജഷൻ സാറിന് പറഞ്ഞു കൊടുത്തു. നമ്മളൊരു 23 അടി നീളവും ഏകദേശം 15 അടി വീതിയും ഒരു 10 അടി ഹൈറ്റും ആയിട്ടുള്ള ഒരു നല്ലൊരു റൂം സ്പേസിലാണ് സാറ് റൂം ചെയ്ത് തീർത്ത് തന്നത്. അതുപോലെ തന്നെ ശരിക്കും എല്ലായിടത്തെ പോലെ വി ബോർഡ് വെച്ചിട്ടല്ല ഇവിടുത്തെ റൂം ചെയ്തിരിക്കുന്നത്. സാറ് തന്നെ ഹോളോ ബ്രിക്ക്, അതായത് ബ്രിക്ക് വെച്ച് കട്ട വെച്ച് കെട്ടിയിട്ടുള്ള ഒരു നല്ലൊരു റൂമായിരുന്നു. നല്ലൊരു റൂം സ്പേസ് ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഭയങ്കര നീളം കൂടുക, അല്ലെങ്കിൽ വീതി കുറയുക, അങ്ങനെയുള്ള റൂംസ് ആണ് മിക്ക ക്ലയൻസ് നമുക്ക് തരാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് മറ്റുള്ള ക്ലയൻസ് ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഹോം സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഓഡിയോ എക്സ്പീരിയൻസും ബാക്കി എല്ലാ കാര്യങ്ങളും. അതെ, ആ റൂമിന്റെ സ്പേസ് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ ആ ഒരു എഫക്റ്റും അതിന്റെ ഒരു അനുഭവം വളരെ അടിപൊളിയായി. അതെ അതെ, കൃത്യമായിട്ടൊരു റേഷ്യോയിലുള്ള ഒരു തിയേറ്ററിന്റെ റൂം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പല ടെക്നോളജീസും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ തന്നെ ഏകദേശം നമുക്കൊരു 150 ഇഞ്ചിന്റെ സ്ക്രീനാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഏകദേശം 12 ചെയറും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മൾട്ടിപ്ലെക്സിന്റെ ഒക്കെ തനി അനുഭൂതി തന്നെ നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ തിയേറ്ററിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന AV റിസീവർ ഡെനോണിന്റെ AVR-X 3700H എന്ന് പറഞ്ഞ ഒരു മോഡലിലുള്ളതാണ്. AVC ആണ് ശരിക്കും പറഞ്ഞാൽ, AVC X 3700. അതൊരു 9.2 AV റിസീവർ ആണെങ്കിലും 11.2 പ്രോസസ്സിംഗ് ഉള്ള ഒരു AV റിസീവർ ആണ്. ഡോൾബി അറ്റ്മോസ്, DTS X, അതുപോലെ തന്നെ DTS, അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു 8K റിസീവർ ആണ്. അപ്പോൾ ആ ഒരു റിസീവറാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ പാക്കേജ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന പോൾക്കോഡിയോടെയാണ്. പോൾക്കിന്റെ RTA A7 ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സും, അതുപോലെ തന്നെ CSI A6 സെൻട്രൽ സ്പീക്കറും, അതുപോലെ തന്നെ പോൾക്കോഡിയോടെ RC85 എന്ന് പറഞ്ഞ ഇൻവാൾ സ്പീക്കേഴ്സും, RC80i സീലിംഗ് സ്പീക്കേഴ്സും, അതുപോലെ തന്നെ 2 സബ് വൂഫറും നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബെനിക്യുവിന്റെ W2700 എന്ന് പറഞ്ഞ ഒരു ട്രൂ 4K 3D പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 30,000:1 കോൺട്രാസ്റ്റ് റേഷ്യോയും, അതുപോലെ തന്നെ 2000 ലൂമൻസ് ആൻസി ലൂമൻസും ഉള്ള ഒരു പ്രൊജക്ടറാണ് ബെനിക്യുവിന്റെ W2700. ഒരു DLP ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ടർ കൂടിയാണ് 2700. സുവീരയുടെ 150 ഇഞ്ചിന്റെ 16:9 റേഷ്യോയിലുള്ള ഒരു ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ തിയേറ്ററിന്റെ അക്കോസ്റ്റിക്സിനെ പറ്റിയാണ്. അക്കോസ്റ്റിക് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അക്കോസ്റ്റിക് പാനൽസും പില്ലേഴ്സും കൊടുത്തിട്ടുള്ള ഒരു തീമിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡുവൽ കളർ കോമ്പിനേഷൻ, ഒരു ബ്ലൂ പ്ലസ് ഒരു ഗ്രേ മോഡിലേക്കാണ്, നമ്മളൊരു ഡുവൽ കളർ ടോണിലേക്കാണ് ഈ അക്കോസ്റ്റിക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അക്കോസ്റ്റിക് പാനൽസിന്റെ ഒക്കെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു തിയേറ്റർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പുതിയ വീട് വെക്കാൻ നേരത്തെ അതിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ അക്കോസ്റ്റിക് അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേബർ ചാർജ് മാത്രമേ പിന്നീട് ആവത്തുള്ളൂ, മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വേറെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കോസ്റ്റിക് പാനൽസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പില്ലേഴ്സും LED ബൾജ് ലൈറ്റിങ്സും, അതുപോലെ തന്നെ ജിപ്സത്തിലാണെങ്കിൽ ഡോം ലൈറ്റിങ്സും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തിയേറ്ററിലേക്ക് 2 ഫ്ലോർ സെഗ്മെന്റ്സും, അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് ലെയറുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം ബാക്ക് ലെയറിന് ഏകദേശം ഒരു 2 ഫീറ്റ് ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 8, 16, 24 ഇഞ്ച് അങ്ങനെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ബാക്കിലായിട്ട് നമുക്ക് 2 ഫീറ്റ് ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 12 റിക്ലൈനേഴ്സ്, അതായത് സിംഗിൾ മാനുവൽ ഫാബ്രിക്കിന്റെ റിക്ലൈനേഴ്സ് നമ്മളൊരു 12 എണ്ണം ഈ റൂമിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ തിയേറ്ററിന്റെ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കോർണർ ട്രാപ്പ്, ബേസ് ട്രാപ്പ്, ആക്യുറസി പോയിന്റ്, അബ്സോർബർ, ഡിഫ്യൂസർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു തീമിലേക്കാണ്. ശരിക്കും ഒരു മൾട്ടിപ്ലെക്സിന്റെ തനി ഒരു രൂപമാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 150 ഇഞ്ച് സ്ക്രീനും ഉണ്ട്, 12 ചെയേഴ്സും ഉണ്ട്. അപ്പോൾ തന്നെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിയൻ അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ശരിക്കും ഒരു മൾട്ടിപ്ലെക്സിന്റെ എൻട്രൻസ് ആണ് നമുക്ക് ഈ തിയേറ്ററിലേക്ക് ഫീൽ ചെയ്യുക. കൊല്ലം ചവറയിൽ ചെയ്ത തിയേറ്ററിന്റെ ഓണറാണ് ഹരീഷൻ സാർ. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്ററിന്റെ വിശേഷങ്ങൾ? സാറിന്റെ തിയേറ്ററിനെ പറ്റി ഒന്ന് പറയാം. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു തിയേറ്റർ വീട് ചെയ്യുക എന്നുള്ളത്.
അങ്ങനെ ഞാൻ ഒരുപാട് നാളായിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഈ ശരത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷനെ സമീപിക്കുകയും അവർ എനിക്ക് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വിഷ്വലൈസേഷൻ അതൊക്കെ സാറിന് എന്തോരം ഇഷ്ടപ്പെട്ടു? എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്. 4K പ്രൊജക്ടറാണ്, 9.2 ചാനലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഇവിടുത്തെ തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്കിൻ്റെ ആംബിയൻസും നമ്മൾ ഈ തിയേറ്ററിലേക്ക് ഒരു മൾട്ടിപ്ലെക്സിലേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു രീതിയിലേക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സാറിന് അത് എന്തോരം യോജിക്കാൻ പറ്റുന്നുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെയിൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും നോക്കിയുള്ള അങ്ങനെയുള്ള തിയേറ്ററിൽ ഞാൻ പോകാറുള്ളൂ സാറിന്. അല്ലാതെ പോയി എനിക്ക് സൂചിക്കത്തില്ല. വീട്ടിൽ നിന്ന് തന്നെ സിനിമ ടി വി സിനിമ ഞാൻ കാണാറില്ല. തിയേറ്ററിൽ പോയി കാണുന്നതിനോട് താല്പര്യം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സാറിന് തിയേറ്ററിൽ പോയി കാണുന്നതിനെക്കാട്ടിലും മനോഹരമായിട്ട് തന്നെ നമുക്ക് അതിനേക്കാളും ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? 100% എന്ന് വെച്ചാൽ അതിമേളിലാണ് എഫക്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറ് ഹാപ്പി അല്ലേ? 100% ഹാപ്പിയാണ്. ഞാൻ ഡെയ്സി. ഞാൻ ഈ തിയേറ്റർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു. പല പ്രാവശ്യം ഇതിനു മുമ്പ് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു തിയേറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം പ്രൊജക്ടറൊക്കെ വെച്ച് ഞങ്ങളൊരു പരിപാടിയൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിരിക്കുന്ന ഈ തിയേറ്റർ വളരെ വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് നല്ല പിക്ചർ ക്ലാരിറ്റിയും സൗണ്ടും എല്ലാം എന്ന് വെച്ചാൽ ശരിക്കും വി ആർ സാറ്റിസ്ഫൈഡ്. ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആംബിയൻസും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. നമ്മുടെ കമ്പനീനെ പറ്റി നമ്മുടെ ക്രൂവിനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങളുടെ കമ്പനി ശരിക്കും നല്ല, നിങ്ങളുടെ ആ പെർഫോമൻസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ സ്റ്റാഫ്, അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ വളരെ നല്ല എന്ന് വെച്ചാൽ അവരൊരു 10-15 ദിവസം ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസമായിരുന്നിട്ടും അവരിവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് അവർ വളരെ സൈലൻ്റ് ആയിരുന്നു. എന്നാൽ അവരവരുടെ വർക്ക് നന്നായിട്ട് ചെയ്തു. അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ലെന്നല്ല, അവർ പോയപ്പോൾ എനിക്ക് വളരെ വിഷമവുമായിരുന്നു. ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഇത് ഐശ്വര്യ ഹരീഷൻ സാറിൻ്റെ മകളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നേരിട്ട് പോയി തിയേറ്ററിൽ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സൗണ്ട് എഫക്റ്റും പിക്ചർ ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അച്ഛൻ്റെ വളരെ നാളത്തെ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റർ. ശരിക്കും ഇത് തുടങ്ങുന്ന സമയത്ത് ഇത് ഇത്രത്തോളം വരുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ ഫുൾ ക്രൂവിനെ കണ്ടുപിടിച്ചതും ഈ ടീമിനെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിക്കൊണ്ട് വന്നതും. ഒരു മൾട്ടിപ്ലെക്സിന്റെ ഫീലൊക്കെ നമുക്ക് ഈ തിയേറ്ററിലേക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണയുടെ സിറ്റുവേഷനിൽ ആർക്കും മൾട്ടിപ്ലെക്സിലൊന്നും പോയി ഒരു സിനിമ ഒരു എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹവും ഒരു കൺസെപ്റ്റ് ആണ് വീട്ടിലൊരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അതിനോട് എന്തോരം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇപ്പം എൻ്റെ കസിൻസ് ആയാലും റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഒരു എന്താ പറയുക, ഒരു മെമ്മറി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടെ ആയിട്ട് ഇരുന്ന് ശരിക്കും അത് ആസ്വദിച്ച് ബഹളം വെച്ച് കൈയടിച്ച് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിനെക്കാട്ടിൽ നമുക്ക് വീട്ടിലത് നമുക്ക് നമ്മളുടേതായ ആൾക്കാരുടെ കൂടെ നമ്മളത് ആസ്വദിക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇത് ദേവാനന്ദ് സാർ എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്ററിന്റെ അഭിപ്രായം? ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇതിനകത്തൊന്ന് ഇരുന്ന് വെച്ചപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ച് റിയലി വേറെ ഏതോ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ആയാലും പിക്ചർ ക്വാളിറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാലും വളരെ സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നമുക്കൊരു മൾട്ടിപ്ലെക്സിന്റെ ഫീൽ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം, അതിൽ യാതൊരു ഡിഫറൻസും നമുക്ക് മനസ്സിലാക്കാനില്ല. ഇപ്പം ഒരാളെ കണ്ണുടച്ച് അകത്തുകൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് തിയേറ്ററിനകത്ത് തന്നെ ഇരിക്കുന്നു എന്ന് ആർക്കും തോന്നത്തുള്ളൂ. ഒരു വീട്ടിലുള്ള സെറ്റപ്പ് ആണെന്ന് തന്നെ മനസ്സിലാവത്തില്ല. ആ രീതിയിലുള്ള പെർഫെക്ഷൻ ഉണ്ട്. അഭിരാമ, എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്റർ? തിയേറ്റർ മൊത്തത്തിൽ നമുക്ക് നോർമൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തന്നെ പറയാൻ പറ്റും. മൂവീസ് എക്സ്പീരിയൻസ് ചെയ്തോ? മൂവീസൊക്കെ കണ്ട്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലാണല്ലോ ഇപ്പം മൂവീസൊക്കെ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്നത്. ഇത് നമുക്ക് തിയേറ്ററിൽ പോയി ഇപ്പോൾ കാണാൻ പറ്റിയ സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് OTT പ്ലാറ്റ്ഫോമിലെല്ലാം സിനിമ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആ ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ ഈ തിയേറ്റർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഫോസം കണ്ടോ? ഇതില്
അപ്പൊ മച്ചന്മാരെ, കൊല്ലം ജില്ലയിലെ ചവറയിൽ ഹരീഷൻ സാറിന്റെ വീട്ടിൽ ചെയ്ത തിയേറ്ററിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 9.2 അതായത് 11.2 പ്രോസസ്സിംഗിൽ ചെയ്ത ഒരു ഓഡിയോ കൺസെപ്റ്റും അതുപോലെ തന്നെ 4K 3D ഒരു 150 ഇഞ്ചിന്റെ സ്ക്രീനും അതുപോലെ തന്നെ 2 ഫ്ലോർ സെഗ്മെന്റ്സും ഒരു അക്കോസ്റ്റിക് പാനൽസിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങും എല്ലാം ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ് ഹരീഷൻ സാറിന് നമ്മൾ സമ്മാനിച്ചത്. സാറിന്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു. അതായത് സാറ് ഭയങ്കരമായിട്ട് സിനിമകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സാറ് എല്ലാ സിനിമകളും തന്നെ റിലീസിങ് നല്ല നല്ല തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഹരീഷൻ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ടാണ് നമ്മുടെ ടെക്ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്തതും അതുപോലെ തന്നെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ റൂമിന്റെ സൈസും കാര്യങ്ങളും ഏകദേശം 23 അടി നീളവും അതുപോലെ തന്നെ ഒരു 15 അടി വീതിയും 10 അടി പൊക്കത്തിന്റെ നല്ല രീതിയിലുള്ള ഒരു ഡോൾബി അറ്റ്മോസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂം സൈസ് സാറ് തരികയായിരുന്നു. സാറ് തന്നെ ബിൽഡ് ചെയ്ത് തരികയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ തിയേറ്ററിന്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ സ്വീകരണ മുറിയിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി തിയേറ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യുക. ടെക്ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ നമ്പറുകളും എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. കാരണം ടെക്ബഡി ഫാമിലിയിലെ ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. ഏകദേശം ഇനി 7000 പേരും കൂടി സബ്സ്ക്രൈബ് കഴിഞ്ഞ് 1 ലക്ഷം ആവാറായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഐ ആം ശരത് ഷഫീഖ സൈനിങ് ഓഫ്. ഈ പ്രപഞ്ചത്തിൽ ഇല്ലോജിക്കൽ തോട്ട്സ് ആണ് കൂടുതൽ നിത. കടലോളമുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും കണ്ടെത്താത്ത രഹസ്യങ്ങളും. She will come to you again, Nida.